ഇറാൻ അടച്ച, ഇറാൻ അനുമതി നൽകാത്ത ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യയുടെ എണ്ണക്കപ്പൽ ഇതാ കടന്നു വരികയാണ്. ജഗ്പ്രകാശ് എന്ന ഇന്ത്യയുടെ എണ്ണക്കപ്പൽ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു വന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. തൊട്ടുപുറകെ ശിവാലിക് എന്ന മറ്റൊരു ഓയിൽ ടാങ്കർ കൂടി കടന്നു വരികയാണ്. അങ്ങനെ ഇന്ത്യയുടെ 3 ഓയിൽ ടാങ്കറുകൾ, ഗ്യാസ് സിലിണ്ടറുകൾ നിറച്ച അല്ലെങ്കിൽ ഗ്യാസുകൾ നിറച്ച മറ്റ് എണ്ണ കപ്പലുകളടക്കം ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു വരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചിയും തമ്മിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയുടെ ദേശീയ പതാക പറക്കുന്ന ഒരൊറ്റ എണ്ണക്കപ്പലുകളെയും ഒരൊറ്റ ചരക്ക് കപ്പലുകളെയും ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് ഇറാൻ ഉറപ്പ് നൽകിയിരിക്കുന്നു. അങ്ങനെ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യയുടെ പതാകയും വഹിച്ചുകൊണ്ട് ഇതാ വരികയാണ് ജഗ് തിലക്. അതിന് പിറകെ ശിവലിക് തുടങ്ങി 3 ചരക്ക് കപ്പലുകൾ. ഇതാണ് ഭാരതം. ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ നിന്ന് ഇരുന്ന് കുരയ്ക്കുന്ന, കേരളത്തിൽ കുരയ്ക്കുന്ന പ്രതിപക്ഷം മനസ്സിലാക്കണം എന്താണ് ഇന്ത്യയുടെ പവർ എന്ന്. ഒരു 11 വർഷം മുമ്പായിരുന്നുവെങ്കിൽ ഇത്തരമൊരു യുദ്ധം മിഡിൽ ഈസ്റ്റിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ അറബ് കൺട്രികളിൽ നടക്കുമ്പോൾ ഇന്ത്യ പഞ്ചപുച്ഛമടക്കി ഇവിടെ ഇരുന്നേനെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ലായിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ഈ 7 അയലത്തെത്തില്ലായിരുന്നു. ഇന്ത്യക്ക് എന്തൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നില്ല. പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നു പ്രധാനമന്ത്രിയുടെ പദം അലങ്കരിച്ചിരുന്നത്. ആ ഘട്ടത്തിൽ നിന്ന്, ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് ഇന്ത്യ എവിടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ചിന്തിക്കണം നിങ്ങൾ. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു, ഇന്ത്യയുടെ പതാകയും വഹിച്ചു കൊണ്ടുപോകുന്ന ഒരൊറ്റ ചരക്ക് കപ്പലിനെ ഞങ്ങൾ തൊടില്ല. ഇറാന്റെ ഒരൊറ്റ ഡ്രോണുകൾ ആ ചരക്ക് കപ്പലുകളെ ലക്ഷ്യമിട്ട് വരില്ല. ഇറാന്റെ എന്നല്ല, ഹൂതികളുടെ, ഹിസ്ബുള്ളയുടെ ഒരൊറ്റ ഡ്രോണുകൾ വരില്ല. എന്താണ് ഇന്ത്യ എന്ന രാജ്യത്തിന് ഇറാൻ കൊടുക്കുന്ന ബഹുമാനമാണത്. ഇന്ത്യ എന്ന രാജ്യം ഇറാന് മേൽ ഉണ്ടാക്കിയെടുത്ത പവറാണത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്താരാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണത്. ഇന്ത്യയുടെ ചരക്ക് കപ്പലുകൾ ലോകത്ത് മറ്റൊരു രാജ്യത്തിൻ്റെയും ചരക്ക് കപ്പലുകൾ എണ്ണയുമായി ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകാത്തപ്പോൾ ഒരേ ഒരു രാജ്യത്തിൻ്റെ ചരക്ക് കപ്പൽ അതുവഴി കടന്നു പോവുകയാണ്. അത് ഇന്ത്യയുടെ ചരക്ക് കപ്പലാണ്. നമ്മൾ ഓർക്കണം, നമ്മൾ അഭിമാനിക്കണം ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ച് ഓർത്ത്, ഇന്ത്യയിൽ ജീവിച്ചതിനെക്കുറിച്ച് ഓർത്ത്, ഇന്ത്യയിൽ ജീവിക്കുന്നതിനെക്കുറിച്ച് ഓർത്ത്, ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് ഓർത്ത്, ഇന്ത്യയെ ഭരിക്കുന്ന നമ്മുടെ ഭരണ നേതാവിനെ കുറിച്ച് ഓർത്ത് നമ്മൾ അഭിമാനിക്കണം. ഇങ്ങനെ ഒരു രാജ്യത്ത് ജനിക്കാനും ജീവിക്കാനും കഴിഞ്ഞതിൽ. ഇവിടെ ലോകം മുഴുവൻ വലിയ പ്രതിസന്ധിയിലാണ്. എണ്ണ കിട്ടാനില്ല, ഇന്ധനം കിട്ടാനില്ല, പെട്രോളിയത്തിന് ക്ഷാമം, ഡീസലിന് ക്ഷാമം. ഇന്ത്യയിലാകട്ടെ 2 ദിവസം നമ്മുടെ ഇന്ധനം, ഇന്ത്യയിലാകട്ടെ 2 ദിവസം പാചകവാതക സിലിണ്ടറുകളിൽ കുറച്ച് കുറവ് വന്നപ്പോൾ പ്രതിപക്ഷം അങ്ങ് കൊടുമ്പുരി കൊണ്ടു. ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷം CPM പറയുന്നത്, ഞങ്ങൾ ഇടപെടണമോ? ഞങ്ങൾ ഇടപെട്ടാൽ ഈ യുദ്ധം തീരും, ഞങ്ങൾ ഇടപെട്ടാൽ പാചകവാതക സിലിണ്ടർ കൊണ്ടുവരും. ഇവിടെ ഇരുന്നിട്ട് ട്രംപ് യുദ്ധം അവസാനിപ്പിച്ചോളൂ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ തീരുമാനമെടുക്കും എന്നൊക്കെ പറയുന്നത് പോലത്തെ പൊട്ടക്കിണറ്റിലെ തവളകളായി എത്ര കാലം ഇവർ ജീവിക്കുമെന്നാണ് ചോദിക്കേണ്ടത്. ഇവിടെ കിടന്നിങ്ങനെ നിലവിളിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യയിൽ ഒരു ഇന്ധനക്ഷാമവും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ പോംവഴികളും സ്വീകരിച്ചു. പാചകവാതക സിലിണ്ടറിന് മാത്രം നമുക്ക് വലിയ ശേഖരമില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇതാ ശിവാലിക എന്ന് പറയുന്ന വലിയ ഒരു ചരക്ക് കപ്പലിൽ 40,000-ലധികം മെട്രിക് ടൺ പാചകവാതക സിലിണ്ടറുമായിട്ടാണ് ആ ശിവാലിക രംഗത്ത് വരുന്നത്. ഒന്നുകൂടി ഞാൻ വ്യക്തമായി പറയാം. ശിവാലിക് എന്ന് പറയുന്ന
ആ ചരക്ക് കപ്പലിൽ 40,000 മെട്രിക് ടൺ LPG കൊണ്ടുവരികയാണ്. അതുകൂടാതെ മറ്റൊരു ഷിപ്പിൽ അതുപോലെ 40,000-ലധികം മെട്രിക് ടൺ LPG കൊണ്ടുവരികയാണ്. ഇത് ഇന്ത്യയിലേക്ക് മാത്രമാണ് ഇറാൻ കടത്തിവിടുന്നത്. അതൊന്നും നമ്മുടെ കേരളത്തിലുള്ള, നമ്മുടെ ഇന്ത്യയിലുള്ള സുഡാപ്പികളും കമ്മികളും കൊങ്ങികളും ഒക്കെ ചിന്തിക്കണ്ടേ? പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകൾ. ഇന്ത്യയിലേക്ക് മാത്രം 40,000 മെട്രിക് ടൺ LPG, 2 ഷിപ്പുകളിലായി 80,000 ടൺ LPG കടത്തിവിടുകയാണ്. അത് ഇന്ത്യയുടെ പവറല്ലേ? നരേന്ദ്രമോദിയുടെ പവറല്ലേ? ഇന്ത്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ ഊഷ്മളതയല്ലേ തെളിയിക്കുന്നത്? അത് മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധിയും എന്തുകൊണ്ടാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനും ഉണ്ടാകാതെ പോകുന്നത്? ഒരു പ്രതിസന്ധിയും ഉണ്ടാകില്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലെ കേന്ദ്രം ഭരിക്കുന്ന BJP ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ, കേരളത്തിലെയും ഇന്ത്യയിലെയും ഒരു പൊതുജനത്തിനും ഈ ബയോഗ്യാസ് അല്ലെങ്കിൽ പാചകവാതക ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. യുദ്ധം അവിടെ നടക്കട്ടെ, അത് നടന്നുകൊണ്ടിരിക്കട്ടെ. അതിൻ്റെ ഫലമായി ഇന്ത്യയിൽ പെട്രോളോ ഡീസലോ പാചകവാതകമോ ക്ഷാമമുണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുന്നത് ഇന്ത്യയുടെ ഭരണകൂടമാണ്. ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയാണ്. അതിനപ്പുറം മറ്റൊരു ഉറപ്പ് നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഇതാ ഞെട്ടിപ്പിക്കുന്ന വിവരം, ഇത് ലോക മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അഖിലേന്ത്യാ മാധ്യമങ്ങളല്ല, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു ഇന്ത്യയുടെ 3 വെസലുകൾക്ക് കടന്നു പോകാൻ. ഇന്ത്യയിലേക്കുള്ള പെട്രോളിയവും ഇന്ത്യയിലേക്കുള്ള LPGയും കടന്നു പോകാൻ ഇന്ത്യയിലേക്കുള്ള 3 വെസലുകൾ, 3 ചരക്ക് കപ്പലുകൾക്ക് അവർ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു. ഇതിനപ്പുറം എന്ത് വേണം?